എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മുട്ടുവേദനയെക്കുറിച്ച് നോക്കാം. മുട്ടുവേദന എന്ന് വെച്ചാൽ പണ്ട് വാർദ്ധക്യത്തിലുള്ള അസുഖമായിരുന്നു മുട്ടുവേദന എന്നുള്ളത്. എന്നാൽ ഇന്ന് ചെറുപ്പക്കാർക്കും ഇത്തരം അസുഖങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം, നമ്മുടെ ജോലി പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷിപ്പണിയും അതുപോലുള്ള അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു. പക്ഷേ ഇന്നെന്ന് വെച്ചാൽ നമ്മൾ ഓഫീസുകളിലാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഏത് മേഖലയിലായാലും ഇരുന്ന് ഒരുപാട് ജോലി ചെയ്യുന്നത് ശരീരത്തിന് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ വിചാരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. അതിന് നിശ്ചിത ഇടവേള കൊടുത്ത് ശരീരത്തിനൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ത് വന്നാലും. അപ്പോഴാണ് നമുക്ക് ആരോഗ്യകരമായ ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഇന്നെന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോഴും നമ്മൾ നടക്കുന്നില്ല, നമ്മൾ ബോഡി മൂവ്മെൻറ്റ് വളരെ കുറവാണ്. അപ്പം നമുക്ക് സ്ട്രിക്റ്റായിട്ട് രാവിലെയും വൈകുന്നേരം കുറച്ച് സമയത്തേക്കെങ്കിലും വ്യായാമം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇന്ന് വരുന്ന പല വേദനകളും ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് പലവിധ ടെൻഷനാണ്. നാളെ എന്താവും എന്നുള്ള ടെൻഷൻ, അല്ലെങ്കിൽ ദേഷ്യമാണ് പല കാര്യത്തിനും പലരോടും. അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് വികാരമാണോ എല്ലാ വികാരവും നമുക്ക് കുറച്ച് കുറച്ച് വേണം. പക്ഷേങ്കിൽ കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു ദേഷ്യം മാത്രം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രോഗാവസ്ഥയിൽ പോകും. ആൻസൈറ്റി മാത്രമാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള രോഗത്തിലേക്ക് പോകും. ഭയം മാത്രമാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷനെ അറിഞ്ഞ് നമുക്കതൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മുടെ മുട്ടിലെ എല്ലുകൾ തേയ്മാനം എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഒരിക്കലും തേയ്മാനമല്ല. അവരുടെ കാർഡിയോളജികൾ എന്നുള്ള അവസ്ഥയ്ക്ക് വേരിയേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വേദന വരുന്നത്. അവിടെ ചിലപ്പം നീര് വരുന്നുണ്ടാവും, ചിലപ്പോൾ അവിടെ ചുവന്ന കളറുണ്ടാവും, കളർ ചേഞ്ചസ് ഉണ്ടാവും. ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് അവിടെ പെയിൻ ഉണ്ടാകുന്നത്. കാല് വേദന എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ തീരെ മുട്ടനക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയല്ല, ചെറിയ ചെറിയ മൂവ്മെൻറ്റ് നിരപ്പായ സ്ഥലത്തോട്ട് നമ്മൾ നടന്ന് ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്. രാവിലെയും വൈകുന്നേരവും നിരപ്പായ സ്ഥലത്തോട്ട് കുറച്ചെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ഇമോഷനാണോ ഉള്ളത്, നമുക്ക് ആൻസൈറ്റി ആണോ ദേഷ്യമാണോ, ഇതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മൾ ഈ വേദനയിലെന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ എല്ലാവരോടും ദേഷ്യമായിരിക്കും. അപ്പോൾ ആ ദേഷ്യം എത്രത്തോളം കൂടുന്നത് അത്രയും സ്ട്രെസ് ഹോർമോൺസ് പിന്നെയും ഉണ്ടാവുകയും ഈ വേദനകളുടെ കാഠിന്യം കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷനെയും ബാലൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിശന്നിട്ട് മാത്രമായിരിക്കും ആഹരിക്കുന്നത്. അപ്പോഴെന്ത് ചെയ്യും, നിങ്ങൾക്ക് അത്ര വരെയുള്ള നീരും കാര്യങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് റിമൂവായിട്ട് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് വന്ന ആദ്യത്തെ പേഷ്യൻ്റ് മുട്ടുവേദനയായിട്ട് സംബന്ധിച്ചിട്ടായിരുന്നു. അവർ ഇങ്ങനെ ഒരുപാട് ആയുർവേദ മരുന്ന് കുടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആയുർവേദം നിർത്തണമെന്ന് പറഞ്ഞു, കഷായം കാര്യങ്ങളൊക്കെ. അവർ പറഞ്ഞു ആ നിർത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു ആ ലേഡീനെ ചികിത്സിച്ചത്. ഒന്നാമത്തെ സെഷൻ എടുത്തപ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് മൂത്രം പോയി. 5-6 പ്രാവശ്യം അവർ പറഞ്ഞു നന്നായിട്ട് മൂത്രം ഒഴിച്ചു പോയി. അവരുടെ ആ ശരീരത്തിലെ നീർക്കെട്ട് തികച്ചിലും പോയി എന്നുള്ളതാണ്. അത് ആദ്യമായിട്ട് അവർ പറഞ്ഞ് ഇത്രയും ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. 10:30 രാത്രി 10 മണിക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞു ആ ഫുഡ് ആദ്യം നിർത്തി, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആ ടൈം ഫ്രൂട്ട്സ് കഴിച്ചു തുടങ്ങും, എന്നിട്ട് ഈവനിങ്ങിൽ നിങ്ങൾ എന്ത് സാധനം നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഫോളോ ചെയ്തപ്പോൾ അവർക്ക് ആ പ്രയാസം മാറി. ഒത്തിരി നാളായി അവർ പുറത്ത് ഇറങ്ങാറില്ല. കാരണം കാല് വേദനയായതുകൊണ്ട് എവിടെയെങ്കിലും പോകാൻ ഭയങ്കര വിഷമമായിരുന്നു. സാധാരണ പണിക്കാരുണ്ടായിരുന്നു ഭർത്താവ്. അതുകൊണ്ട് തന്നെ വരുമാനം കുറവുള്ളത് കൊണ്ട് അവർക്ക് പുറത്തു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. കാലിൻ്റെ വേദനയും കൊണ്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ പോലെയുള്ള വണ്ടി പിടിക്കണ്ടുകൊണ്ട് എവിടെയും പോകാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് പുറത്ത് പോയി നോക്കും, ബസ്സിലൊക്കെ കയറി പോയി നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കക്ഷി അമ്പലത്തിൽ പോയി. വളരെ ദൂരെയുള്ള ഒരു അമ്പലത്തിൽ 2 ബസ് കയറി ഇറങ്ങിയിട്ട് പോകണം. പോയി വന്നപ്പോൾ എന്നെ വിളിച്ചു. എന്നോടാണ് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചു ബസ് കയറാൻ പറ്റൂ ഇറങ്ങാൻ പറ്റൂലേ, ഇങ്ങനെയുള്ള ചിന്തകളാണ് അവർക്കുണ്ടായത്. പക്ഷെ അവർ പറഞ്ഞു ഒരു വേദന അനുഭവിച്ചിട്ടില്ല. കയറുന്നതിനോ ഇറങ്ങുന്നതിനോ പിറ്റേന്നോ
മുട്ടിന് ഒരു വേദനയില്ല, ഫുൾ വേദനയും പോയിന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത്. കാരണം മുട്ടുവേദന കൊണ്ട് ഇരുന്നുകൊണ്ട് വിചാരിക്കും നമുക്ക് എവിടെയും പോകാൻ പറ്റൂല എന്നുള്ളൊരു ചിന്ത ആ ലേഡീൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനാണ് ഞാൻ പോകാൻ വേണ്ടി പറഞ്ഞത്. അതിനുശേഷം എവിടെ സ്ഥലങ്ങൾ സന്ദർശിച്ചാൽ എന്നെ വിളിച്ചിട്ട് പറയും ഇന്ന സ്ഥലത്ത് പോയോട്ടോ, കുഴപ്പമൊന്നുമില്ല, മുട്ടിന് പ്രശ്നമൊന്നുമില്ല. ഇനി ചിലപ്പോൾ മുട്ടിന് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഞാൻ പറയും അന്ന് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്. മുട്ടുവേദനക്ക് സാധാരണ അക്യുപഞ്ചറിൽ പറയാം, വേദന നല്ലോണം ഉണ്ടെങ്കിൽ തുണി നനച്ചിടാൻ വേണ്ടി പറയും. ഒരു തോർത്ത് പോലെയുള്ളതിൽ പച്ചവെള്ളത്തിൽ മുക്കിയിട്ട്, വെറും പച്ചവെള്ളത്തിൽ മുക്കി തോർത്ത് പിഴിഞ്ഞ് അവിടെ മുട്ടിന് നനച്ചിട്ടാൽ ആ വേദന പെട്ടെന്ന് കുറയുന്നത് കാണാം. അതുപോലെ തന്നെ ആഹാരം വിശന്ന് മാത്രം കഴിക്കുക. വേദനയുള്ളപ്പോൾ ആഹാരം വേണ്ടി വരില്ല ശരീരത്തിന്. ആ സമയത്തൊന്ന് റെസ്റ്റ് കൊടുത്ത് ഭക്ഷണം ക്രമീകരിച്ച് നിങ്ങൾക്ക് പിറ്റേന്ന് തന്നെ ആ വേദന മാറുന്നത് കാണാം, വേദന മാറുന്നേ കാണാം. അതുപോലെ ഭക്ഷണം വിശന്ന് കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേസ്റ്റ് മൂത്രം ആയിക്കോട്ടെ, നീരുണ്ടെങ്കിൽ ശരീരത്തിൽ അത് മൂത്രത്തിലൂടെ അങ്ങ് പുറന്തള്ളും. അപ്പോൾ ഇത് മൂത്രത്തിലൂടെയോ മലത്തിലൂടെയോ കഫത്തിലൂടെയോ ഇതൊക്കെ നിങ്ങൾക്ക് പുറന്തള്ളി ശരീരത്തിന് ഒരു 5 സിറ്റിംഗ് ആയപ്പോൾ അവർ പൂർണ്ണമായിട്ട് ഓക്കെ ആയിരുന്നു. മുട്ടുവേദന മാറി, അവരുടെ പല പ്രശ്നങ്ങളും മാറി, അവർ നല്ലൊരു സന്തോഷകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. അവർ വീട്ടിൽ നിന്ന് തുന്നുന്ന വ്യക്തിയായിരുന്നു. അതിനൊക്കെ അവർക്ക് സഹായിച്ചത് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയാണ്. അതുകൊണ്ട് മുട്ടുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരുപാട് മരുന്നുകൾ പരീക്ഷിച്ചോ ഇതാക്കിയോ അക്യുപഞ്ചറിൽ വന്ന് കാണിച്ച് അതിൻ്റെ ആ 4G ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒത്തിരി മാറ്റം വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അതിനിപ്പം നിങ്ങൾക്ക് ആരെയും കാണിക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ നിങ്ങൾ ഫുഡ് ഇങ്ങനെ ഒന്ന് ക്രമീകരിച്ചാൽ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചിട്ട് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് വിശ്രമിക്കുക. ശരീരം ക്ഷീണമുള്ളപ്പോൾ വിശ്രമിക്കുക. ഇനി ഉറക്കം എന്ന് വെച്ചാൽ രാത്രി 9 മണിക്ക് തന്നെ ഉറങ്ങി രാവിലെ എണീക്കുന്ന ഒരു തരത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നുണ്ട്. ചെറിയ വ്യായാമം കാലുകൾക്കൊക്കെ, സ്ഥിരമായിട്ട് ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ ഇമോഷനെ ബാലൻസ് ആക്കിക്കൊണ്ട്, ദേഷ്യം കൂടുതലുള്ളതാണെങ്കിൽ അതൊക്കെ കുറച്ചുകൊണ്ട്, ആൻസൈറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാൻ, സ്ട്രെസ് എങ്ങനെ കുറക്കേണ്ടത് പല ടെക്നിക്കുണ്ട്. അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറ്റും. മുട്ടുവേദന മാറാ വേദനയൊന്നുമല്ല, ഇതൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ട് മരണം വരെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് അക്യുപഞ്ചറിലായിക്കോട്ടെ വേറെ ഏത് ട്രീറ്റ്മെൻറ്റിലായിക്കോട്ടെ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സന്തോഷകരമായ ആരോഗ്യമുണ്ട്. ഓക്കെ, താങ്ക് യു.